കേരളത്തിൽ വളരെ ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ബഹുഭൂരിപക്ഷത്തോടുകൂടി 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 മണ്ഡലങ്ങളിലെ വിജയിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളം ഭരിക്കുന്നത്. ഈ വിജയത്തിൻ്റെ പ്രധാന ഘടകമായി നിൽക്കുന്നത് ഒരു വിഭാഗം ന്യൂനപക്ഷ സമുദായത്തിൻ്റെ കൂട്ടമായ വോട്ട് തന്നെയാണ് എന്ന് ഏത് കണ്ണുപൊട്ടനും അറിയുന്ന സംഭവം തന്നെയാണ്. ഇത് പറയുമ്പോൾ ഇതേ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് 2014 അന്ന് ഈ ഗവൺമെൻറ്റിന് നല്ല കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതകരമായ ആ ഒരു സംഭവം. ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണിക്കാണ് ഈ മതവിഭാഗം കൂട്ടമായി വോട്ട് ചെയ്തത്. പല കോൺഗ്രസ് പാർട്ടിയിലുള്ള ആ സമുദായക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് മെസ്സേജുകൾ അയച്ചതൊക്കെ അന്ന് നമുക്ക് ധാരാളം വാട്സപ്പിൽ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസ്സുകാരോട് പറയുകയാണ്, ഈ പ്രാവശ്യം എല്ലാവരും LDFന് CPMന് വോട്ട് ചെയ്യണം, പിണറായിയാണ് നമ്മുടെ രക്ഷകൻ, കോൺഗ്രസിനെ ഇനിയിപ്പം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന വോയിസ് നമ്മൾ ധാരാളം കേട്ടതാണ്. അത് പ്രകാരം തന്നെ കൂട്ടമായിട്ട് LDFന് വോട്ട് ചെയ്തു. പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. അതുതന്നെയാണ് പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെയും പ്രതീക്ഷ. ഈ കൂട്ട വോട്ട് ഇനിയും തിരിച്ചു പിടിക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പിണറായി വിജയനും ആ പാർട്ടിയും. ഇത്രയൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തിട്ടും അവർക്ക് കള്ളത്തരം ഒരു പ്രശ്നമല്ല, തെണ്ടിത്തരം ഒരു പ്രശ്നമല്ല, അവർക്ക് അവരുടെ മതമാണ് പ്രശ്നം. അത് വെച്ച് നമുക്ക് ഇനി മുതലെടുക്കാം എന്ന ചിന്തയിൽ കൂടി പിണറായി വിജയൻ വീണ്ടും പദ്ധതികളും ഓരോന്നും ചരടുവലികളും അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും പറയുമ്പോൾ നമുക്ക് പഴയ ഒരു സംഭവത്തിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അതായത് ഇന്ദിരാഗാന്ധിയുടെ ഭരണം എല്ലാവർക്കും ഓർമ്മയുണ്ട്. ലോകത്ത് തന്നെ ഒരു വനിതാ നേതാവ്, അതായത് സിംഹഗർജനമുള്ള ഒരു വനിതാ നേതാവ് എന്നൊക്കെ അവർ പേരെടുത്ത പല കഥകളുമുണ്ട്. അതേമാതിരി അവരുടെ കുടുംബത്തിലൊരു IAS ഉണ്ട്, മത്തായി. ആ മത്തായിയുടെ ബുക്ക് ഇന്നും വാങ്ങാൻ കിട്ടും കറണ്ട് ബുക്കിലൊക്കെ. അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി മത്തായിയുടെ വിശേഷങ്ങളല്ല സെർച്ച് ചെയ്യേണ്ടത്. മത്തായിയുടെ ആ ബുക്കിൻ്റെ പേരുണ്ട്, അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ ആ വീരപരാക്രമങ്ങൾ വായിക്കാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ, അതല്ല വിഷയം. അപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന ആ സിംഹിനിയായ ആ വനിതാ നേതാവിൻ്റെ അടിയന്തരാവസ്ഥക്കാലത്തെ വീരപരാക്രമങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നുമില്ല, ചെറിയ കാര്യം മുഴുവനും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇവിടുത്തെ ഒരുപാട് നേതാക്കൾ അന്ന് ജയിലിൽ പോയിട്ടുണ്ട് അന്നത്തെ ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടെന്ന് എല്ലാവർക്കും അറിയാം. അന്ന് നടന്ന ഒരു സംഭവമാണ് അധികം ചർച്ച ചെയ്യാത്തതും, എന്നാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം. വളരെ വ്യക്തമായിട്ടൊന്നും അറിയില്ല, എങ്കിലും ഈ കൂട്ടമായി വോട്ട് ചെയ്യുന്നവരുടെ അറിവിലേക്കാണ് ഞാനിത് പറയുന്നത്. ഞാൻ അന്നത്തെ ആ സിംഹഗർജിനിയായ വനിതാ നേതാവായ ഇന്ദിരാഗാന്ധി ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അത്തരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ നടപ്പാക്കിയില്ലെങ്കിൽ ഈ രാജ്യം തന്നെ വലിയൊരു കുഴിയിലേക്ക് പോകുമെന്നതിന് സംശയം വേണ്ട. ഒരു രാജ്യത്തിൻ്റെ ഭരണം വളരെ കർശനമായിട്ട് പ്ലാനിങ് ചെയ്യണമെങ്കിൽ അതിന് കർശനമായിട്ടുള്ള ഒരു സിസ്റ്റവും അവിടെ ഉണ്ടാകണം. അതായത് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയാൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയാൽ, അതായത് ഇപ്പോൾ അമേരിക്കയിൽ ഒരു ഉദാഹരണം പറയാം. അമേരിക്കയിൽ ഒരു പ്രത്യേക ഒരു ഏരിയ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത്, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ ഒരു പ്രദേശം, ഒരു പേരെടുക്കുക. ആ പ്രദേശത്ത് പണിയാൻ അപ്രൂവൽ കൊടുക്കുന്ന വീടുകൾ, അതായത് അപ്രൂവൽ കൊടുക്കുക മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ആണല്ലോ, കോർപ്പറേഷനോ ആണല്ലോ. അപ്പോൾ ഒരു ഏരിയ തീരുമാനിക്കും, അത് ആ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ആ കോർപ്പറേഷനോ ആ പഞ്ചായത്തോ തീരുമാനിക്കും. ആ
പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റി ഒരു 4 ഭാഗങ്ങളാക്കും. ആ 4 ഭാഗത്തിൽ ഒരു ഭാഗം, വേറൊരു ഭാഗം, മൂന്നാമതൊരു ഭാഗം, നാലാമതൊരു ഭാഗം. ഈ ഏത് ഭാഗത്തും ഒരു വീട് വയ്ക്കാൻ അപ്രൂവലിന് പോയാൽ മുനിസിപ്പാലിറ്റി അവരുടെ കയ്യിൽ അവിടെ വയ്ക്കുന്ന വീടിൻ്റെ പ്ലാനും എല്ലാം അങ്ങോട്ട് മുനിസിപ്പാലിറ്റിയാണ് കൊടുക്കുക. അവിടെ ആ വീട് വെക്കണമെങ്കിൽ ആ പ്ലാനിൽ ആ ഡയഗ്രാം അനുസരിച്ചിട്ടായിരിക്കണം പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രദേശത്ത് പണിയുന്ന എല്ലാ വീടുകളും ഒരു ഡിസൈനായിരിക്കും. പണി കഴിഞ്ഞാൽ അതിൽ അടിക്കുന്ന പെയിൻറ്റുകൾ വരെ ഒറ്റ കളറായിരിക്കും. അതിൻ്റെ മുന്നിലുള്ള ഗാർഡനുകളൊക്കെ ഒരുപോലെ ആയിരിക്കും. ഇതാണ് വളരെ സിസ്റ്റമാറ്റിക്കായുള്ള പ്ലാനിങ്. ആ പ്രദേശത്ത് താമസിക്കുന്ന കഴിവുള്ളവനും കഴിവില്ലാത്തവനും ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അവിടെ വീട് വയ്ക്കാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് അവിടെ വീട് വയ്ക്കാം. ഇനി അതിനെക്കാട്ടി കൂടിയ ആൾക്ക് അപ്പുറത്തെ ഒരു സ്ഥലം പറഞ്ഞില്ല, അവിടെ പോയി വീട് വയ്ക്കാം. അതിലും കൂടിയ ആൾക്ക് അതിൻ്റെ അപ്പുറത്ത് പോയി വയ്ക്കാം. എവിടെ വെച്ചാലും ഒരു പ്രദേശത്തും ഒരാളെയും തിരിച്ചറിയില്ല. ആ പ്രദേശത്തുള്ള 10,000-കണക്കിന് വീടുകൾ ഒരുപോലെ ആയിരിക്കും. ഇനി അതൊന്നുമല്ല അതിൽ തമാശ. ഈ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി വാട്ടർ കണക്ഷൻ അത് ആ ഡയഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ഒരു വീട്ടിൽ എത്ര പ്ലഗ്, എത്ര സ്വിച്ച് എന്ന് അതിൽ പറഞ്ഞതേ അതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരെണ്ണം കൂട്ടി ഫിറ്റ് ചെയ്താൽ അതിന് തക്കതായ ശിക്ഷ കിട്ടും. വാട്ടർ അതിൽ പറയുന്ന മാതിരി ഉപയോഗിക്കണം. തെറ്റി ഉപയോഗിച്ചാൽ ശിക്ഷ കിട്ടും. ഇനി അതൊന്നുമല്ല ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഒരു വീട്ടിൽ എത്ര ആളാണ് താമസിക്കുന്നത്? ഒരു ഫാമിലി, ഭാര്യ, ഭർത്താവ്, 2 മക്കൾ. ഇതാണ് ആ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നവർ. 2 അല്ല 3 മക്കൾ, വാട്ടെവർ ഇറ്റ് ഈസ്, ആ രേഖയിലുണ്ടാവും. കൂടുതലായിട്ട് ഒരു നമ്മുടെ ബന്ധുക്കളോ കൂട്ടുകാരോ വിസിറ്റേഴ്സായിട്ട് ഒരു 10 ദിവസം അവിടെ വന്ന് താമസിക്കുന്നു എന്ന് വയ്ക്കുക. ഒരു ദിവസം താമസിക്കാൻ പോലും മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ പെർമിഷൻ എടുക്കണം. എങ്ങനെയുണ്ട് ആ നിയമം? അപ്പോൾ ഇത്തരത്തിൽ വളരെ കർശനമായിട്ടുള്ള നിയമം ഉണ്ടാകുമ്പോൾ ഭരണകർത്താക്കൾക്ക് വളരെ ശക്തമായ പ്ലാനിങ് ചെയ്യാൻ പറ്റും. അവരുപയോഗിക്കുന്ന കറണ്ടിൻ്റെ കണക്കുണ്ടായിരിക്കും, വെള്ളത്തിന് കണക്കുണ്ടായിരിക്കും, അവർ ചിലവാക്കുന്ന ഓരോ കാര്യങ്ങൾക്കും സർക്കാരിന് കൺട്രോൾ ഉണ്ടായിരിക്കും. ഇവിടെ എങ്ങനെയാണോ, നമുക്ക് ഇഷ്ടമുള്ള മാതിരി AC ഫിറ്റ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ള മാതിരി എക്സ്റ്റൻഷൻ എടുക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള മാതിരി പ്ലഗുകൾ വെക്കുന്നു, എന്നിട്ട് KSE ബോർഡ് കെടുന്നിട്ട് ഇങ്ങനെ ചക്ര ശ്വാസം വലിക്കുന്നു. അവരും കള്ളന്മാർ, ജനങ്ങളും കള്ളന്മാർ, ഒന്നിനും കണക്കില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 20, 30, 40% മൊത്തം യൂണിറ്റിൻ്റെ 40%-ഓളം കണക്കില്ലാതെ പോകുന്നു. അപ്പോൾ പറയും അത് മീറ്റർ കേടാണ്, മറ്റേ കേടാണെന്നൊക്കെ പറയുന്നു. ഇത് സത്യത്തിൽ ആരാ കട്ടുകൊണ്ടുപോകുന്നതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിലൊരു വ്യവസ്ഥിതിയിൽ ഒരു ശരിയായ പ്ലാനിങ് ചെയ്തുകൊണ്ടൊരു പ്ലാനിങ് ബോർഡിന് ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ല. ജനങ്ങളെ ആദ്യം കൺട്രോൾ ചെയ്യണം. ജനം ഇങ്ങനെ ഇരട്ടി വെച്ച് പോയാൽ എങ്ങനെ പറ്റും? പഞ്ചവത്സര പദ്ധതി 10 കൊല്ലം കൊണ്ട് ചെയ്യാൻ പോകുന്ന പദ്ധതി പറഞ്ഞ് തുടങ്ങും. ഒരു 100 കോടി ജനങ്ങൾക്കുള്ള പദ്ധതിയാണ് പ്ലാൻ. ഈ 10 വർഷം കഴിയുമ്പോഴേക്ക് ഈ പദ്ധതി മുഴുവനാക്കുമ്പോഴേക്കും 150 കോടിയായി ജനം. അപ്പോൾ എങ്ങനെ ഇത് സന്തുലനം ചെയ്യും? ഓക്കെ, വീണ്ടും ഒരു 10 വർഷത്തെ പരിപാടി ആ പ്ലാനൊക്കെ വെച്ച് തുടങ്ങും. 150, അവിടെ പോയാൽ 200 കോടിയാവും. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ജനസംഖ്യയെ കൺട്രോൾ ചെയ്യണം. അതിന് ശക്തമായ നിയമം തന്നെ വേണം. ചൈനയിലൊക്കെ അതല്ലേ ഇപ്പോൾ നടപ്പാക്കിയത്. ഇന്ത്യയെക്കാട്ടിയും ജനസംഖ്യയിൽ മുന്നിൽ നിന്നിരുന്ന രാജ്യമാണ് ചൈന ഒരു സമയത്ത്. ഇന്ന് ശക്തമായ നിയമം അവിടെ നടപ്പാക്കിയിട്ട് ആ ജനസംഖ്യയെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റി. അത് തന്നെയാണ് ചൈനയുടെ ഈ കുതിപ്പ്. നമ്മൾ കുതിക്കുമ്പോൾ നമ്മുടെ ഭരണകർത്താക്കൾ ശക്തമായൊരു നിയമം ജനസംഖ്യ കൺട്രോൾ ചെയ്യുന്നതിലും കൊണ്ടുവന്നേ പറ്റൂ.
അത് ഭരണഘടനയിലായാലും ഇല്ല, എങ്ങനെ ആയാലും ഇല്ല, ആ ജനസംഖ്യയെ കൺട്രോൾ ചെയ്തേ പറ്റൂ. ഇത് തന്നെയായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി 1975-77 കാലഘട്ടത്തിൽ ഇവിടെ നടപ്പാക്കാൻ നോക്കിയത്. അതിസമർത്ഥയായ, ശക്തയായ, പറയില്ല, ചങ്കൂറ്റമുള്ള ലോകരാജ്യങ്ങളെ ഞെട്ടിപ്പിച്ച ആ വനിതാ നേതാവ് എടുത്ത വലിയൊരു തീരുമാനമായിരുന്നു ആ ജനസംഖ്യാ നിയന്ത്രണം. അന്ന് ഇവിടെ കേട്ടിരുന്ന വലിയൊരു മുദ്രാവാക്യമായിരുന്നു മെനസ്മാനിക് ദൂത്, ഇന്ദിരാ ദൂത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോലാഹലമുണ്ടാക്കിയ മുദ്രാവാക്യമാണ്. എന്താണ്? വന്ധ്യഗ്രഹണം ചെയ്യുന്ന ഈ നേതാവിനെ ഇവിടുന്ന് ഓടിക്കണമെന്നാണ് അന്ന് ജനങ്ങൾ ആക്രോശിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ അവരെന്താ ചെയ്തത്? ഇവിടെ കുന്നുകൂടുന്ന ഈ ജനസംഖ്യയെ കൺട്രോൾ ചെയ്യണമെന്ന് അവർ ഉറച്ച തീരുമാനം എടുത്തത് തന്നെയാണ് അവരുടെ ശക്തി. അതിന് അവർക്ക് കൂട്ടുനിന്നത് അവരുടെ ചെറുമകനായ സഞ്ജയ് ഗാന്ധിയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ പുരുഷന്മാരെ നിർബന്ധിച്ചു കൊണ്ടുപോയി വന്ധ്യകരണം ചെയ്യുകയാണ്. ഇതിവിടെ ഇന്ത്യയിലുണ്ടായ സംഭവം തന്നെയാണ്. ലോറിയിലും ബസ്സിലും കുത്തി നിറച്ച് പുരുഷന്മാരെ പിടിച്ചു കൊണ്ടുപോയി മയക്കുമരുന്ന് പോലും കൊടുക്കാതെ, അനശേഷ പോലും കൊടുക്കാതെ പച്ചയായി വന്ധ്യകരണം ചെയ്ത് വിട്ട കഥകൾ ഇവിടെയുണ്ട്. മനസ്സിലാക്കിക്കോ ന്യൂനപക്ഷമേ, ഞാൻ നിങ്ങളുടെ ഒപ്പമൊന്നുമല്ല. ഈ നിയമം ഇവിടെ വേണമെന്ന് വാദിക്കുന്ന ആൾ തന്നെയാണ്. ജനസംഖ്യയെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ രാജ്യത്തിന് പിടിച്ചാൽ കിട്ടില്ല, ഒരു സംശയവും വേണ്ട. എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവന്നാലും പ്രധാനം ജനസംഖ്യ തന്നെയാണ്. വിവരമുള്ളവർ ജനസംഖ്യയെ കൺട്രോൾ ചെയ്യും, വീട്ടിലെ അംഗത്തിൻ്റെ എണ്ണം കുറയ്ക്കും. വിവരമില്ലാത്തവനാണ്, ഞാനത് പറയുന്നില്ല, ആ മതം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ജനസംഖ്യ പറഞ്ഞേ പറ്റൂ. ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി ജനങ്ങളേനെ, അതായത് പുരുഷന്മാരേനെ വന്ധ്യകരണം ചെയ്തു. ഭാര്യമാർ കൂട്ടം നിലവിളിയായിരുന്നു. എന്തിനാണ്? വിവരമില്ലാത്ത കാരണമല്ലേ നിലവിളിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു വളരെ അടുത്തൊരു കൂട്ടുകാരുണ്ടായിരുന്നു, പലസ്തീൻ പറഞ്ഞ സ്ഥലത്തെ ആളാണ്. അദ്ദേഹത്തിന് 16 മക്കളാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അയാൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 40-45 ഇയറായിട്ട് ആയിട്ടുണ്ടാവുള്ളൂ. 40 ആ ലെവലിൽ ചെറുപ്പക്കാരൻ തന്നെയാണ് കണ്ട. 14 മക്കളാണ്. അയാൾക്ക് കിട്ടുന്ന സാലറി സാധാരണ എല്ലാവർക്കും കിട്ടുന്ന സാലറിയേ ഉള്ളൂ. അതിൽ ഏറ്റവും സങ്കടം, ഈ 14 മക്കളും അയാളും ഭാര്യയും കൂടിയിട്ട് ഒരു കാറിൽ കയറി പോകാൻ പറ്റില്ല. എന്നിട്ടും അദ്ദേഹം ഈ ബാക്കിൽ ഇങ്ങനെ ഒരു ഇതുള്ള കാറുണ്ട്, നീണ്ടിട്ട് ലഗേജൊക്കെ കയറ്റുന്ന മാതിരിയുള്ള ഫോറിനിലൊക്കെ ഉള്ള കാറുകളാണ് മറ്റുള്ള രാജ്യങ്ങളിൽ. ഇന്ത്യയിലും ഇപ്പോൾ ചില കാറുകൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? ആ കാറെ എവിടെ പോയാലും കയ്യിൽ വയ്ക്കുള്ളൂ. കാരണം ഈ ബാക്കിൽ ഈ ചെറിയ കുട്ടികളെ മുഴുവൻ അങ്ങോട്ട് കുത്തി നിറയ്ക്കും, എന്നിട്ടാണ് പോകുന്നത് എവിടേക്ക് പോകുമ്പോഴും. പാവം. അങ്ങനെ ഞാൻ പറയും, ചെങ്ങായി ഇതൊന്നും ഒഴിവാക്കി കൂടെ, എന്താ ചെയ്യുക, എല്ലാ കൊല്ലം ഒരു കുട്ടിയുണ്ടാവും. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ എന്നോട് വളരെ ഓപ്പണായി ചോദിച്ചിട്ടുണ്ട്. ഞാനൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഇതിലൊരു വേറെ കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ്, ഈ പറയുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദേഴ്സ്, അവർ 11 ആളായിരുന്നു. 12 ആൾ. ഇന്ന് അതിൽ 3 ആളെ ബാക്കിയുള്ളൂ. അപ്പോൾ എന്താ കാര്യം ചോദിച്ചു. ഈ പലസ്തീനിൽ ലഹളമുണ്ടല്ലോ, കല്ലെടുത്തെറിയിൽ, ഇസ്രായേലിന് ഈ കല്ലെടുത്തെറിയാൻ ഈ ഫാമിലി ഭയങ്കര മുന്നിലാണ്. എന്നിട്ട് അവിടുത്തെ വെടി കൊണ്ട് മരിച്ചു ബ്രദേഴ്സ് മുഴുവൻ. ഇനി ബാക്കി 3 ആളേ ഉള്ളൂ. അപ്പം ചോദിച്ചു, ആ പണിക്കാണോ നീ മക്കളെ ഉണ്ടാക്കി വിടുന്നത്? അപ്പോൾ അയാൾ ചിരിച്ചു. അപ്പോൾ സത്യത്തിൽ ഇന്ന് അയാൾക്ക് പലസ്തീൻ പാസ്പോർട്ടല്ല, അയാൾ ജോർദാനിയൻ പാസ്പോർട്ടായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഫാമിലി തന്നെ ശരിയായ ആ ഒരു സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ പറ്റില്ല. ജനസംഖ്യ കൂടുമ്പോൾ ചിലവുകൾ കൂടും. പിന്നെ അത് പടച്ചോൻ തരുന്നതാണ്, പടച്ചോനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ
പൈസ കൂടുതൽ ആവശ്യം വരുമ്പോഴാണ് മനുഷ്യൻ ദുര കൂടുന്നതും കള്ളത്തരങ്ങൾ കൂടുതൽ ചെയ്യാനൊക്കെ കൈക്കൂലി വാങ്ങാനും അല്ലെങ്കിൽ കച്ചവടത്തിൽ കള്ളത്തരം ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പം നമുക്കൊരു മിതമായ ഫാമിലി നമ്മുടെ ഒപ്പം ഉള്ളുവെങ്കിൽ നമ്മൾ ആ സമൂഹത്തിനോട് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തിയായിട്ട് സമൂഹത്തിൽ നമ്മൾ ജീവിക്കും. അത് മനസ്സിലാക്കിക്കൊള്ളുക. എന്തായാലും അന്നത്തെ ആ ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധി 1975-77 കാലഘട്ടത്തിൽ ഈ നിർബന്ധിത വന്ധ്യകരണം നടത്താൻ നോക്കി. ഇത് പറയുമ്പോൾ എനിക്ക് ഇന്ന് തോന്നുകയാണ്, ഇന്ന് നമ്മുടെ നാട്ടിൽ നായ്ക്കളെയാണ് പിടിച്ചു കൊണ്ടുപോയിട്ട് വന്ധ്യകരണം ചെയ്ത് വിടുന്ന് അവരുടെ ഷെൽട്ടറിലേക്ക് കൊണ്ട് അടയ്ക്കണത്. അതേ അവസ്ഥയായിരുന്നു ഇന്ന് ഈ നായ്ക്കൾക്ക്. ഇവിടെ നായ്ക്കൾക്ക് അന്ന് അവസ്ഥ വന്നിട്ടുള്ളൂ. അന്ന് 1975 ഇവിടുത്തെ മനുഷ്യർക്ക്, പുരുഷന്മാർക്ക് നിർബന്ധിത വന്ധ്യകരണം നടത്തി. അന്ന് ഞാൻ മനസ്സിലാക്കുന്ന 1975 ആൾമോസ്റ്റ് 1,70,00,000 1 കോടി ആൾക്കാരെ പിടിച്ച് നിർബന്ധ വന്ധ്യീകരണം ചെയ്തിട്ടുണ്ട്. ഇതിന് ഫുൾ ആ വനിതാ നേതാവിന് ഫുൾ സപ്പോർട്ടായി നിന്ന അദ്ദേഹത്തിൻ്റെ മകനായ സഞ്ജയ് ഗാന്ധിയാണ്. ഈ സഞ്ജയ് ഗാന്ധിക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തത് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സാണ്. യൂത്ത് കോൺഗ്രസ്സാണ് നേതാവാണ് സഞ്ജയ് ഗാന്ധി. അപ്പോൾ ഇവിടുത്തെ ഈ ന്യൂനപക്ഷമായ കൂട്ടവോട്ട് ചെയ്തവർ ഓർത്തുകൊള്ളുക, നിങ്ങൾ ആരുടെ ഒപ്പമാണ് നടക്കുന്നതെന്ന്. പക്ഷേ നിങ്ങൾ ഓർത്താനൊന്നും ഓർത്തില്ല. ഇതൊക്കെ വേണ്ട നിയമങ്ങൾ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ബുദ്ധിയുള്ളവർക്കും വിവരമുള്ളവർക്കും വിവേകമുള്ളവർക്കും അത് അംഗീകരിക്കാൻ കഴിയും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ജനസംഖ്യ കൂടിയാൽ ജനത്തിനാപത്താണ്, നാടിനാപത്താണ്. ഉള്ള ജനങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റില്ല. ഒരു പദ്ധതി പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുമ്പോഴേക്കും ഉള്ള ജനസംഖ്യ ഇരട്ടിയായാൽ ആ പദ്ധതി തന്നെ പാളിപ്പോകും. അപ്പോൾ ഇവിടെ നിർബന്ധമായിട്ടും ജനസംഖ്യ കൺട്രോൾ വേണം എന്നതിന് യാതൊരു സംശയവും വേണ്ട.